Good morning, Sundari. Sundari, say hi, Kanna. Hey, Mugudi is so sleepy. Limu. ഞങ്ങൾ ഇന്ന് ഇവിടെ ഡിമാർട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ നമ്മൾ എത്തും അതിൽ ഇപ്പം തുടങ്ങുമ്പോൾ എല്ലാ വ്ളോഗും തുടങ്ങുമ്പോൾ ഞാൻ പറയില്ല, ഞങ്ങൾ പണ്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും വരുമായിരുന്നു ഇവിടെ എന്നൊക്കെ പറഞ്ഞു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ. അതുപോലെ തന്നെ വന്നിരുന്ന ഒരു സ്ഥലമാണ് ഡിമാർട്ട്. ഡിമാർട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. കുറച്ചുകൂടി ചീപ്പർ സ്റ്റഫ് കിട്ടിയിരുന്നു. നമുക്കിനി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഡിമാർട്ട് ആകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഇങ്ങനത്തെ മോൾസും ഒക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് ആ ഷോപ്പിംഗ് കാർട്ട് കിട്ടുമല്ലോ, അപ്പോൾ അതിനകത്ത് ഇമ്മക്കുട്ടീനെ ഇരുത്താം. ബാക്കി സ്ഥലത്തൊക്കെ കൊണ്ട് നടക്കുമ്പോൾ മടിയാവും. കുട്ടികൾക്ക് നടക്കാൻ മടിയാണല്ലോ പക്കാരി. ഓക്കെ ആയില്ലേ? പിന്നെ ഇതിനെ നേരത്തെ വെറുതെ തരുന്നത് ഭയങ്കര സ്ലീപ്പി ആയിട്ടോ വയ്യാന്ന്. അപ്പോൾ ഡിമാർട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കൂടുതലും പലചരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അതിൽ തന്നെ ഇഷ്ടം പോലെ ഡിസ്കൗണ്ട്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ഭാഗം ഔട്ട്ഫിറ്റ്സിന് വേണ്ടിയിട്ടുള്ളത്, ഡ്രസ്സസിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. എനിക്കത് അത്ര ഇഷ്ടമല്ല കേട്ടോ. അവിടുത്തെ ഡ്രസ്സസ് അത്ര നല്ലതും നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ കിട്ടാൻ പാടാം. പക്ഷേ ഈ പലചരക്ക് സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതും അതേപോലെ തന്നെ ഹോം ഡെക്കോർ, ഹോം ഓർഗനൈസേഴ്സ്, ഇങ്ങനത്തെ സ്പെഷ്യൽ ഫെസ്റ്റിവൽസും പൂജാ ടൈമൊക്കെ വരുമ്പോഴല്ലോ അവർക്ക് ഇങ്ങനെ പൂജ സംബന്ധമായ കാര്യങ്ങൾ, ഇപ്പോൾ ഗണേശ ചതുർത്ഥിയും ഇതൊക്കെ വരുന്നുണ്ടല്ലോ, ദീപാവലി ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇറക്കും കേട്ടോ. ഓണത്തിൻ്റെ ഒക്കെ ഇറക്കും. അപ്പോൾ അത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇമ്മക്കുട്ടി ഇരിക്കണ കൊട്ടയിലേക്കാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കണത്. എനിക്ക് ഇങ്ങനത്തെ നല്ലോണം ഇഷ്ടപ്പെട്ടു. പൂജയുടെ കുറച്ചെണ്ണം അത് ഡെക്കോറിന് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഓണത്തിൻ്റെ ഡെക്കോറും അത് കഴിഞ്ഞ് ദീപാവലിയുടെ ഡെക്കോറൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചെണ്ണം പിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏതാ വേണ്ടേ? പ്ലാസ്റ്റിക്കാ ഗ്ലാസാ? പ്ലാസ്റ്റിക്കാ. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് ഗ്ലാസിൻ്റെ വേണ്ട, അല്ലെങ്കിൽ സിറമിക് അങ്ങനത്തെ മഗ്സ് വേണ്ട വെച്ചിട്ടാണ്. അത് എപ്പോഴും പൊട്ടും കയ്യിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ പ്ലാസ്റ്റിക് തന്നെയാണെന്നാണ് തോന്നണത്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കയ്യിലുകൾ, പിന്നെ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ, ഇതൊക്കെ ഉണ്ടോ. 4 ഗ്ലാസ് പാത്രങ്ങൾക്ക് 119 രൂപയുള്ളൂ. ഭയങ്കര അഫോർഡബിളാണ് കേട്ടോ. ശരിക്കും നമ്മുടെ കൺട്രോൾ അങ്ങ് പോയി നമ്മൾ വിചാരിക്കുന്ന കുഞ്ഞു പൈസയല്ലേ ഉള്ളൂ വിചാരിച്ച് നമ്മൾ കുറേ സാധനങ്ങൾ മേടിക്കുമ്പോൾ അറിയില്ല എല്ലാം കൂടിയിട്ട് കുറേ പൈസ പോകണത് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. അതാണ് ഇത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമ്മക്കുട്ടി അവസാനം ഞെരുങ്ങി അതിനകത്ത് വലിച്ചൊക്കെ എടുക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. നാളെ ഇമ്മ അവിടെ നിന്ന് എനിക്കുണ്ടായിരുന്നില്ല, അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സുഖമല്ല അതിനകത്ത് ഇരിക്കാനായിട്ട്. ഇമ്മക്കുട്ടിയും പിന്നെ കുറേ സാധനങ്ങളും കൂടി ആ ഇതിനകത്ത് കാർട്ടിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ബില്ല് ചെയ്യേണ്ട സമയത്ത് ഇമ്മന്നെ ഓരോന്ന് എടുത്തു കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡിമാർട്ടിൽ ബില്ലൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഫുഡ് നമുക്ക് ഉടുപ്പിന്ന് കഴിക്കാമെന്ന് വിചാരിക്കണം. കാരണം മാപ്സ് നോക്കിയപ്പോൾ ഉടുപ്പിയാണ് അവിടെ ഏറ്റവും അടുത്തായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉടുപ്പിയിൽ നമ്മൾ ബദാം മിൽക്ക് പറഞ്ഞിട്ടുണ്ട്, ഉണ്ണിക്ക് കാപ്പി പറഞ്ഞിട്ടുണ്ട്, ഇമ്മക്കുട്ടിക്ക് ഇത് ചീസ് ദോശയാണ് കേട്ടോ. പിന്നെ നമ്മൾ പനീർ റൈസ് ഉണ്ട്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ഗോബി മഞ്ചൂരിയൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഗോവയിലത്തെ ഉടുപ്പിനെക്കാട്ടിലും നല്ലോണം ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് A to B ആണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഉടുപ്പിയും നല്ല തന്നെയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തന്നെ പോയി എടുക്കണമല്ലോ, അതും കുഴപ്പമില്ല. കാരണം പെട്ടെന്ന് കിട്ടും നമുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പനീർ റൈസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പനീർ ഫ്രൈഡ് റൈസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇമ്മക്കുട്ടിയുടെ ചീസ് ദോശയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പർബായിരുന്നു കേട്ടോ. പിന്നെ ഗോബി മഞ്ചൂരിയൻ ഭയങ്കര സ്പൈസി ആയിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. ബദാം മിൽക്ക് സൂപ്പർബായിരുന്നു. ബദാം മിൽക്കിൻ്റെ ലൈക്ക് ആ ഫ്ലേവറും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ആ ആൽമണ്ട്സ് നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൽമണ്ട്സ് അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇമ്മക്കുട്ടിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് മിക്സ്ഡ് ഫ്രൈഡ് റൈസാണ്, അത് അമ്മയ്ക്കുള്ളതാണ്. പിന്നെ ഒരു മഷ്റൂം കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. നല്ലോണം ഇഷ്ടമായി. നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കാറിലിരുന്ന് കുറേ യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ എങ്കിലും നമ്മൾ സെയിം മെട്രോയിൽ നിന്നൊക്കെ വന്നില്ലേ, അവിടെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ MG റോഡിൻ്റെ മെട്രോ അവിടെ നിന്നാണ് കയറുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ലാൽബാഗിലേക്ക് മെട്രോ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ എന്താ കാറിൽ തന്നെ പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരത്തെ ട്രാഫിക് അറിയാലോ,
ഭയങ്കര പാടാണ്. ഒരുപാട് സമയം നമുക്ക് നഷ്ടമാവും. അത് മാത്രമല്ല നമുക്ക് പിന്നെ പോണ സ്ഥലത്തൊക്കെ പാർക്കിംഗ് സ്പേസ് കിട്ടണം യാതൊരു നിർബന്ധമില്ല. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതാണ് ബെസ്റ്റായിട്ടുള്ള കാര്യം എനിക്ക് പേഴ്സണലി തോന്നുന്നു കേട്ടോ. എന്നുവെച്ചാൽ മെയിൻ പോയിന്റിൽ, അതായത് മെട്രോയുടെ അവിടെ വന്ന് കാറ് പാർക്ക് ചെയ്യുക, പിന്നെ കഴിവതും മെട്രോയിൽ തന്നെ പോവുകയാണെങ്കിൽ എളുപ്പത്തിൽ എത്തുകയും ചെയ്യും. ഇതിപ്പോൾ എത്ര 10-12 സ്റ്റോപ്പ് ഉണ്ടാവും എനിക്കറിയില്ല കേട്ടോ. അത് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഇന്നീട് ചോദിച്ചാൽ ഇവരൊക്കെ എത്ര സ്റ്റോപ്പാണെന്ന് അറിയില്ല. ബേബി കെയർഫുൾ. ഓ ഇമ്മക്കുട്ടി ഇപ്പോൾ ഭയങ്കര പ്രോ ആയി എസ്കലേറ്ററിൽ കയറിയുണ്ട്. അതെ, ഓ ഓഫ് കോഴ്സ് യു ആർ. അപ്പോൾ നമ്മളിനി ലാൽബാഗിലേക്കൊന്ന് പോവാച്ചിട്ടാണ്. അയ്യോ, നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നോക്കൂ, ഈ വഴി ഫുള്ള് കുഴിയും ഓരോ സാധനങ്ങളും ഒക്കെ ആയിട്ട്. ഓ മാൻ, കുട്ടി എൻജോയ് ഉണ്ടോ? എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തോ ഓവർ പിസ്ഡ് ഓഫ് ആയിട്ടിരിക്കുക. കുറച്ചായി ഞങ്ങൾ നടക്കണു. ഇപ്പം ആ പാർക്കെത്തും, ഇപ്പം പാർക്കെത്തും. ഫൈനലി എൻ്റെ പൊന്നെ, ഞങ്ങൾ 2 മണിക്കൂർ നടന്നു. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്ക് വഴി തെറ്റിയതാണ്, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓഗസ്റ്റ് 15 അതിനൊക്കെ ആയിട്ട് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും അടച്ചിട്ടോണ്ടാണോ എന്താണെന്ന് അറിയില്ല. എന്നാലും നമുക്ക് കുറച്ചധികം എന്താണ് നമുക്ക് വഴി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പാർക്കിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഇരുന്നാൽ മതിയെന്ന് തോന്നുക. കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ട് കിട്ടാണ്ടിരിക്കില്ല. ലാൽബാഗ് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ വന്നിട്ടില്ല, എല്ലാവരും വന്നിട്ടുണ്ടാവും. ഞങ്ങൾ ഫസ്റ്റ് ടൈം ബാംഗ്ലൂർ വന്നപ്പോഴും നമ്മൾ ലാൽബാഗിലല്ല ഏറ്റവും ആദ്യം വന്ന് ഞാനൊരു പിങ്ക് ടീഷർട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു, കൂടിയൊക്കെ ഇട്ടിട്ട്. രാവിലെ ആയിരുന്നു വന്നിട്ടോ. ഈ ഫ്ലവർ ഷോ ഉണ്ടാവില്ലോ ഇവിടെ, ആ സമയത്ത് വന്നാൽ ഭയങ്കര നല്ലതാ. അയ്യോ, എന്നാലും ഉമ്മക്കുട്ടി ഇത്ര നടന്നു. ഗുഡ് ഗേൾ. അല്ലേ നമുക്ക് അത് നമുക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇങ്ങനെ നടക്കാനുള്ള മൂടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഇങ്ങനെ നമ്മളെപ്പോലെ ക്ഷീണിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നിനും നിവർത്തി ഉണ്ടാവില്ല കേട്ടോ. എന്നാലും നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലങ്ങൾ ഉണ്ടോ നോക്കി കണ്ടുപിടിച്ചിരിക്കാം. അവസാനം ഞങ്ങളിങ്ങനെ നടന്ന് അവിടെ ഫ്രൂട്ടിയൊക്കെ വിൽക്കണ കട കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫ്രൂട്ടിയൊക്കെ മേടിച്ചു. ശരിക്കും 10 രൂപയാണെങ്കിൽ 20 രൂപയാണ് കേട്ടോ വില. ശരിക്കും ഇരട്ടി വിലയാണ് അവിടെ എല്ലാത്തിനും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിച്ചിട്ട് വരികയാണ് നല്ലത്. നമുക്ക് അതിനുള്ള നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്തായാലും ദാഹിച്ചിരിക്കുന്ന കാരണം ഫ്രൂട്ടിയൊക്കെ മേടിച്ചു. പിന്നെ എവിടെയെങ്കിലും നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോൾ ആ നടക്കണ വഴിക്കാണെങ്കിൽ ഈ വെജിറ്റബിൾ ഗാർഡൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. നമുക്ക് ചെടികളൊക്കെ മേടിക്കണമെങ്കിൽ മേടിക്കാം. പക്ഷെ ഇതൊക്കെ കൊണ്ട് ഗോവയ്ക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടല്ലേ. അതുകൊണ്ട് അതൊന്നും നമ്മൾ നിന്നില്ല കേട്ടോ. ഉണ്ണിക്ക് പിന്നെ ഇതിനോടൊന്നും താല്പര്യമേ ഇല്ല. അവൻ്റെ വീട്ടിലൊന്നും വെക്കണത് അവന് ഇഷ്ടമല്ല. അവന് സാധനങ്ങൾ തന്നെ മേടിക്കണത് ഇഷ്ടമല്ല. മിനിമലിസ്റ്റ്. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. ഓഗസ്റ്റ് 15 ആ ടൈമും കൂടി ആയതിൻ്റെ ഇരട്ടി തിരക്കുണ്ട് ശരിക്കും ഇവിടെ. ഞങ്ങളൊരു സ്ഥലത്ത് വന്നിരുന്നു, കുറച്ചും കൂടി തണലൊക്കെയുള്ള കുറച്ചും കൂടി നല്ല സ്ഥലത്ത് ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ കുട്ടി സമ്മതിക്കുന്നില്ല. ഇത് എത്രയും പെട്ടെന്ന് ഫ്രൂട്ടി കുടിക്കണം എന്ന് പറഞ്ഞിട്ട്. ഓ ഇതേപ്പോൾ ഫ്രൂട്ടിയുടെ സ്ട്രോ ഉണ്ടല്ലോ, പേപ്പർ സ്ട്രോ ആക്കിട്ടോ. ഭാഗ്യത്തിന് തണുപ്പില്ലാത്ത വീട്ടിൽ നമുക്ക് ഇതേ കണ്ടത്. ഇത് പാർക്കിന്റെ ഒരു സൈഡ് മാത്രമാണ്, ഒരു സൈഡൊന്നും കൂടി പറയാൻ പറ്റില്ല. ഇത് ഇങ്ങനെ കടന്നു വന്ന ഒരു ഭാഗമാണ്. ഇതിലാണ് ഇത്രയും അധികം ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഈ പാർക്ക് മൊത്തം ഇത്ര അധികം ആളുകളുണ്ട്. അങ്ങനെ തിരക്കുള്ള സമയം. അപ്പോൾ പിന്നെ നമ്മൾ പതുക്കെ എണീറ്റ് ചെറുതായിട്ടൊക്കെ നടക്കാൻ തുടങ്ങി. ഇവന്തോ ഉണ്ണിക്കും അതേപോലെ തന്നെ ഇമ്മക്കുട്ടിക്ക് 2 പേർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്കും അമ്മയ്ക്കും മാത്രമേ നടന്ന് കാണാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷേ ഞങ്ങൾ ഒരുവിധം ഉണ്ണിയും ഇമ്മക്കുട്ടിയൊക്കെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കാണാം നമുക്ക് ഗാർഡനിൽ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കണം. ശരിക്കും നല്ല രസമാണ് കേട്ടോ അവിടെ ഇങ്ങനെ വന്നിരിക്കാൻ, സ്പെഷ്യലി രാവിലെ ടൈമിലൊക്കെ വന്നിരിക്കാൻ. പക്ഷേ ടിക്കറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. അങ്ങനെ ചുമ്മാ എല്ലാ ദിവസവും ഓടാനും അങ്ങനെയൊക്കെ വരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എത്രയും ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ട്, അതല്ലെങ്കിൽ പിന്നെ വല്ല മെമ്പർഷിപ്പ് ചാർജ് ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്നുള്ളത്. രസമുണ്ട്, കുറേ ഏക്കേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ കഴിക്കാനുള്ള സാധനങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം, എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കാം, കഴിക്കാം. ഗാർഡൻ പോലെയുണ്ട്, അപ്പോൾ പൂക്കളൊക്കെ കാണാം. അങ്ങനെ നടക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ശരിക്കും ഒരു ദിവസം ഫുള്ള് നമുക്ക് നടന്ന് കാണാനുള്ള സ്ഥലമാണ്. ഞാൻ പിന്നെ കുറേ തവണ പോയിട്ടുള്ളത്. എപ്പോഴും നമ്മൾ താമസിക്കുന്ന സമയത്തേ ബാംഗ്ലൂർ ആരും വരുമ്പോഴും കൊണ്ടുപോകും നമ്മൾ. പിന്നെ ഇനി നമ്മുടെ ഫോട്ടോ പരിപാടി എന്തായാലും ഇങ്ങോട്ട് വന്നാലോ. ഇപ്പം എൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കണം, സ്ലോമോ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്ത് കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അങ്ങനെ അധികം പേര് ഇരിക്കാത്ത സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്ലോമോയിൽ ഷൂട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ലിപ് ബാം ഇട്ടു. ഇമ്മക്കുട്ടിയുടെ ബാഗിൽ ഒരു ലിപ് ബാം വെക്കുന്നുണ്ട്. എന്നിട്ട് ഇമ്മക്കുട്ടി അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അപ്ലൈ ചെയ്യും അല്ലേ? അതെ. ആ സമയത്താണ് വാച്ച്മാൻ ഞങ്ങൾ ഓടിച്ചു അവിടുന്ന് എല്ലാവരോടും അവിടെ നിന്ന് എണീക്കാൻ പറഞ്ഞത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഓടിച്ചു. സെക്യൂരിറ്റി ഗാർഡുകൾ വടി കാണിച്ചപ്പോൾ ഓടി വരുന്ന അസ്വി മലയാളം ടീം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വന്നപ്പോൾ ഈ ലാൽബാഗിൻ്റെ പുറത്തായിട്ട് ഇങ്ങനത്തെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വാതിലിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതും ഡെക്കോറിന് വേണ്ടിയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളതും അതല്ലെങ്കിൽ മുടിയിൽ വെക്കാൻ പറ്റിയിട്ടുള്ളതുമായിട്ടുള്ള ഇഷ്ടം പോലെ ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് മേടിച്ചു. നമ്മൾ സക്സസ്ഫുള്ളി ലാൽബാഗ് കണ്ടിട്ട് ഇപ്പോൾ എന്തായിരുന്നു ഈ പേര്? VV പുരം ഫുഡ് സ്ട്രീറ്റ്. അപ്പോൾ ഇത് ലാൽബാഗിൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര വലിയ ക്ഷീണിച്ചിട്ട് വർത്താനം തന്നെ പറയാൻ പറ്റില്ല. ഭയങ്കര വലിയ ഫുഡ് സ്ട്രീറ്റാണ്. അപ്പോൾ ഞാൻ പോയിട്ടില്ല കേട്ടോ ഇതുവരെ, പക്ഷെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും പറഞ്ഞു നല്ലതാണ്. പക്ഷെ അത് വെജ് ഫുഡ് സ്ട്രീറ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വിച്ച് ഇസ് സാഡ് ദോ. പക്ഷെ ഈ ചാട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. നമുക്കിനി ഫുൾ ഓൺ ഡിന്നറിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പോൾ ഇങ്ങനെ ചാട്ട് പോലെയൊക്കെ എന്തെങ്കിലും കഴിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല. നമുക്കിട്ട് ക്ഷീണിച്ച് തളർന്ന് കുറേ നേരം ഉണ്ണിമാമ എടുത്ത് നടന്ന് ഉണ്ണിമാമ കൂടുതൽ ക്ഷീണിച്ചപ്പോൾ അവസാനം ഇറക്കി വിട്ടു. ആണോ? ഹൗ സ്വീറ്റ്. എന്ത് പറ്റി അങ്ങനെ പറയാൻ? നൈസ് ബേബി. ഉണ്ണി ലെഫ്റ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ചുണ്ട് നടക്കാൻ. ഒരുപാടില്ല, പക്ഷെ എന്നാൽ ഓട്ടോ വിളിക്കാനുള്ള ദൂരം ഇല്ലാതാണ്. പിന്നെ ഓട്ടോ കിട്ടാനൊക്കെ പാടും. ഈ ലാൽബാഗിലൊക്കെ എന്താ തിരക്ക്, എൻ്റെ ദൈവമേ! ഇത്രയും കാലത്തിന് ഇത്ര വലിയ തിരക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല, ഗോവയിലൊക്കെ താമസിച്ചിട്ടേ നമുക്ക് ഈ ബാംഗ്ലൂർ പോലത്തെ വലിയ സിറ്റി ഒന്നും പറ്റില്ല. എത്തി അതുകൊണ്ടാണ് കണ്ണാ എത്തി കേട്ടോ. നമ്മുടെ സ്ട്രീറ്റ് എത്തി. ഇപ്പം തന്നെ തിരക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാൾ നമ്മൾ ഇങ്ങനെ ശാന്തസുന്ദരമായ സ്ഥലത്ത് താമസിച്ചിട്ട്, ഇത് സുന്ദരമായ സ്ഥലമാണ്, പക്ഷെ ഞാൻ തിരക്കിൽ താമസിച്ച കാലം മറന്നു. അപ്പോൾ ഇത്രയും റഷും തിരക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ആങ്സൈറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ നമ്മുടെ സ്ട്രീറ്റ് എത്തിയിട്ടോ. ഗോപിയാണ്. കളർ കണ്ടോ? അതുണ്ട്. ഇത് കളർ ചേർന്ന് ഈ പൊട്ടേറ്റോൻ്റെ ഈ സംഗതി കുറേ സ്ഥലത്ത് കണ്ടു കേട്ടോ. എന്തെങ്കിലും പൂക്കളുണ്ട്, അച്ചാറുണ്ട് ഇഷ്ടംപോലെ, അപ്പം തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഉപ്പിലിട്ടത് അതൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലും ചാട്ടുകളെല്ലാം ഉണ്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് അങ്ങനെയുണ്ട് ചാട്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ പാനിപൂരി, സേവ് പൂരി അങ്ങനത്തെ എല്ലാതും ഉണ്ട് കേട്ടോ. പിന്നെ വെറൈറ്റി ദോശകൾ, ചക്ക, മാങ്ങ അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ഇടയ്ക്കും തലയ്ക്കുമായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. കീ ചെയിൻ, ബാഗ്സിൻ്റെ ഇങ്ങനത്തെ തൊപ്പി അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ഹോം ഡെക്കോർ അങ്ങനെയൊക്കെ ഉണ്ട്. പഴയ ബോട്ടിൽസൊക്കെ അതിൽ ഫെയറി ലൈറ്റ്സും ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒക്കെ കൺവേർട്ട് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ലൈറ്റ്സിനോട് തന്നെ 50 രൂപയാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒക്കെ ഉണ്ട്. 50 അല്ല കേട്ടോ, 100
150 തോന്നുന്നുണ്ട് പറഞ്ഞത്. പിന്നെ ഈ ഞാവൽപ്പഴം കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കലടാന്ന് കപ്പലണ്ടി, വേവിക്കാതെ മറ്റേ ആ കടലയുണ്ടല്ലോ അത്, അങ്ങനെയൊക്കെ മൊമോസ് അതൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കതൊക്കെ എനിക്ക് അങ്ങനെ ഇങ്ങോട്ട് തൃപ്തി വന്നില്ല കേട്ടോ. സാധാരണ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ എനിക്ക് സുഖം തോന്നില്ല. തിരക്ക് പിന്നെ നമുക്ക് അറിയാം, ഒബ്വിയസ് ആണ് തിരക്കുണ്ടാവും എന്നുള്ളത്. പക്ഷേ വലിയ പാടാണ് അവിടെ നിന്ന് ഒരു സാധനം കിട്ടാൻ തന്നെ. നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് മേടിക്കണം എന്ന് തോന്നുന്ന തരത്തിലേക്ക് ഇതാവാൻ പാടാം. പിന്നെ വേണ്ടിയിട്ട് ഈ പൊട്ടേറ്റോൻ്റെ ഇത് പൊടിയൊന്നും ഇടാണ്ട് മേടിച്ചു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നീട് ഈ കപ്പ ഇല്ലേ, കുള്ളി വറുത്തത്, അത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് മേടിച്ചു. അത് എരിവുള്ളതും എരിവില്ലാത്തതും കുറച്ച് മേടിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ചു കേട്ടോ നമ്മൾ. പിന്നെ പാനിപ്പൂരി, അത് എനിക്ക് എന്തായാലും വേണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ട് കുറച്ച് ആ സ്ട്രീറ്റിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി പാനിപ്പൂരീസാണ്. ഓരോ വെള്ളത്തിനും ഓരോ ടേസ്റ്റാണ്. അങ്ങനെ 6 പാനിപ്പൂരിക്കും 6 ടേസ്റ്റാവും ഉണ്ടാവാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏറ്റവും സ്പൈസി ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. നല്ല സ്പൈസിയാണ്. എനിക്ക് പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നു. അയ്യോ പാനിപ്പൂരി കഴിക്കാൻ തോന്നുന്നേ. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പുളി കൂടിയതായിരുന്നു. പിന്നീട് ഈ എന്താണ് പുതിന, മല്ലി, അതിൻ്റെ ഫ്ലേവർ കൂടുതലുള്ളത്. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ കുറച്ച് ഇങ്ങനെ മധുരമുള്ളത്, അങ്ങനെ രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടമായി എനിക്ക്. കുറേ നാൾ കൂടിയിട്ട് ഇത്ര ഇഷ്ടപ്പെട്ട് ഞാൻ പാനിപ്പൂരി കഴിക്കണം. സൂപ്പർബായിരുന്നു. ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ, ഉണ്ണിക്കൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ നമ്മൾ മെട്രോയിലെത്തി. പൂരത്തിൻ്റെ ജനമാണ് അവിടെ. നല്ല തിരക്കുണ്ട്. ഈ August 15 തിരക്ക് ഉണ്ട്. നാളെയാണ് August 15 ഉള്ളത്. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആവും ഇടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട്. ലീവായതിൻ്റെ എല്ലാവരും ഇറങ്ങിയതിൻ്റെ തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സീറ്റ് കിട്ടി, സമാധാനമായി. എനിക്കും ഉണ്ണിക്കും കുട്ടിക്കും ഇരിക്കാൻ സീറ്റ് കിട്ടി, അപ്പുറത്തെ അമ്മയ്ക്കും ഇരിക്കാൻ സീറ്റ് കിട്ടി. അങ്ങനെ നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ നാളെ നമുക്ക് ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോകണം, ബാംഗ്ലൂർ. ഇറ്റ്സ് ഗോണ ബി ഓസം. അത് നമുക്ക് വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വ്ളോഗ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.